കബദ്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായ വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണാകിയാൽ സന്നദ്ധൈരേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു തത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്ത വക്ഷസി വദനവും യോജനവാകുക്കളും ചക്ഷുരാദികളും ഇല്ലെന്തോരു തത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്തിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയുമില്ലതാനും രക്ഷസ് പിടിച്ചുടൻ ഭക്തിക്കും മുൻപേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽപുര മധ്യസ്ഥന്മാരായത് കുമാരാനാം കൽപ്പിതം ദാതാവിനാലെന്തെന്നാൽ അത് വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നോരു ലക്ഷ്മണനുരതീതാൻ ഓരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചത് ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൽ അതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിൽ ആരുമുണ്ടായില്ലതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാരണ പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്നു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബദ്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനകം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ട് മമ ഭാര്യയായോരു നാരീം. പോയിരു ഞങ്ങൾ നായാട്ടെന്നതു നേരം അതിമായാവി നിശാചരൻ കണ്ടുകൊണ്ടങ്ങു പോയൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോളം. പാണികൾ കൊണ്ടു തവ വെട്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേ കരങ്ങളും. ആരുടോ വികൃതരൂപം ധരിച്ചോരു ഭവൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ വീഴിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചത്. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകുന്നു. ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ താൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടും. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്റെ വിനപ്പഞ്ഞെടുത്തേനതിരുഷാ ശതകോടിയാൽ തലയറുത്തോ ശതമകൻ. വജ്രമേറ്റിട്ടും മമ വന്നീരാമരണമതബ്ജ സംഭവൻ മമ തന്നോരു വരത്തിനാൽ. വജ്രനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമംഗത്തെ മമ കുഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു സത്രാജ്ഞയാ തത്വസഞ്ജയം മമ ഹസ്തവസ്ത്യമായാൽ. വക്രേണ വക്രിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും. ഉത്തമോത്തമാ രഘുനായക ദയാനിധി വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. വേദിനി കുഴിച്ചതിരിന്ധനങ്ങളുമിട്ട് വീതിഗോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രയും. തത്രൈവ കബദ്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്കുത്തിതനായി കാണായി. ദിവ്യ വിഗ്രഹത്തോടും അൻപത സമാനനായി സർവഭൂഷണ പരിഭൂഷിതരായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കുപ്പിത്തൊഴുതു. പിന്നെ അന്യനാം ഗന്ധർവനും ആനന്ദ വിഭസനായി ഓർമ്മയർ കൊണ്ടു കൽക്കതാക്ഷരവാണികള കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബദ്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും
നിന്തിരുവടന്റെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്തത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാതിയില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകം മഞ്ഞൽ സകലം ദൃശ്യം ജഡം ദുഗ്ധാഗമനാത്മകമാകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നോ മാനസവിതരിക്തം ഭംഗിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധാത്മഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധാതി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണേ നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഐരണ്യമതുവിരാൾ പുരുഷനതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നത് യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഏതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. തന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് കുമാരാകിയ ഭഗവന്നൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർട്ടികൾ മഹാതലം നാദാദേ ഗുൽഭം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാവിതേ നവസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ടദേശം ദേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. സംഗോമദേശം ദേതപോലോകമങ്ങതിന്മീരെ സംഗജയോനീവാസമാകിയ സത്യലോകം. ഉത്തമംഗം ദേ പുരുഷോത്തമാ ജഗത്പ്രഭോ സത്താ മാത്രകാ മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദേദിക്കുകൾ കർണങ്ങളും അസ്ഥികൾ നാസികയും വക്രമായതു വന്യനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസായതു ചന്ദ്രനല്ലോ. ഭൂഭ്രംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയല്ലോ ദ്വിജപംക്തികളെല്ലാം ആസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവാം ഗവേഷ മോക്ഷണമല്ലോ. ധർമ്മം തിൻപുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുഷ്ടിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷൗഷധങ്ങൾ ദേരോമങ്ങളാകുന്നതും രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതു തവരേതസെന്നറിയേണം. വൃട്ടമാം ഭഗീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ചന്ദാകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിചിന്തം ജാനകീം സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേവതിപ്പതിനായകം ചിന്തിക്കുന്നേൻ. മാനവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം തന്തതമിരുന്നരുളിയിടുന്നു മുക്തർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമീതി കരിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മാമോഹന്തകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമോ രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധി. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം.
യുദ്ധമർദ്ദിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേന്തവ സ്തുത്യ നിശ്ചല ഭക്ത്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടും അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്താ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തരാം നിനക്കഥപ്പതനമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനൻ മുൻപിലമ്മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനിയും ധ്യാനിച്ച് വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ